അപ്പം എല്ലാവർക്കും ബ്ലീഡ് ഫുട്ബോളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഒരു ദിവസം മുന്നേ ലിവർപൂളിൻ്റെ സെൻറ്റർ ബാക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗുഹൈ ഈ സീസണിൽ ലിവർപൂളിന് കളിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ലിവർപൂളിൻ്റെ മെയിൻ ടാർഗറ്റ് ഇപ്പോഴും ഗുഹൈ തന്നെയാണ്. 12 മാസം മാത്രമേ ക്രിസ്റ്റൽ പാലസുമായിട്ടുള്ള കരാറ് അവസാനിക്കാൻ ബാക്കിയുള്ളൂ. 50 മില്യണാണ് ക്രിസ്റ്റൽ പാലസ് ലിവർപൂളിനോട് ആവശ്യപ്പെടുന്നത്. ഒരു വർഷത്തെ കരാറ് മാത്രം ബാക്കിയുള്ള ഒരു പ്ലെയർക്ക് 50 മില്യൺ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അതുകൂടാതെ ലിവർപൂൾ മാത്രമല്ല, ന്യൂകാസിൽ യുണൈറ്റഡും ടോട്ടൻഹാം ഹോട്ട്സ്പറും ഗുഹയ്ക്ക് പറയുകയുണ്ട്. രണ്ടുപേരും ലിവർപൂളിനുമായിട്ട് മത്സരിക്കുന്നുണ്ട്. പക്ഷെ ബേസിക്കലി ലിവർപൂൾ ആ ഒരു പൈസ ലിവർപൂളിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡീല് 100% ഡൺ എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഈ ഒരു സീസണിൽ അത് കുറച്ച് ടൈറ്റായിരിക്കും. അങ്ങനെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഗുഹൈനെ സൈൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ലിവർപൂൾ ഒരു ചീപ്പർ ഓപ്ഷൻ നോക്കുന്നുണ്ട്. ഇപ്പം ആസ്റ്റൺ വില്ലയുടെ എൻസ്രി കോനയാണ്. പുള്ളിക്കാരൻ 27 വയസ്സുള്ള സെൻറ്റർ ബാക്കാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ്. നല്ല ഹൈറ്റും ഉണ്ട്. കഴിഞ്ഞ കുറച്ച് സീസണായിട്ട് ആസ്റ്റൺ വില്ലയിൽ സ്ഥിരമായിട്ട് കളിക്കുന്നത്, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആ ഒരു പ്ലെയറാണ് കോൺസ. അതുകൂടാതെ 2024 ഇംഗ്ലീഷ് ടീമിൽ അരങ്ങേറുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1-2 വീഡിയോയുടെ താഴെ കുറച്ച് സുഹൃത്തുക്കൾ ബോൺമൗത്തിൻ്റെ സെൻറ്റർ ബാക്ക് ഇല്ലയ സബാനിൽ അത് ലിവർപൂൾ സ്കൗട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലിവർപൂൾ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ സബാനിൽ ഓൾറെഡി ജൂണിൽ PSG ഒരു വെർബൽ എഗ്രിമെൻ്റ് പോലെ ടീമും പ്ലെയറും ഒരു വെർബൽ എഗ്രിമെൻ്റ് എന്ന പോലെ ഒരു കരാറിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതുകൂടാതെ സബാനിൽ PSG മാത്രം മതി എന്നുള്ളൊരു നിലപാടിലാണ്. PSG ഓൾറെഡി 60 മില്യൻ്റെ അടുത്ത് ഒരു ഓഫർ ബോൺമൗത്തിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബോൺമൗത്ത് 70 മില്യണിൽ കുറഞ്ഞിട്ടില്ല ഒരു ഫീക്ക് സബാനിനെ ഏതൊരു ടീമിനും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു വരുന്ന 1-2 ആഴ്ചക്കുള്ളിൽ PSG മിക്കവാറും അവരുടെ ഓഫർ 65 അല്ലെങ്കിൽ 70 മില്യണോ ഉയർത്തിയാൽ സബാനിൽ ഓട്ടോമാറ്റിക് PSG സൈൻ ചെയ്യും. പ്രശ്നം എന്തെന്ന് വെച്ചാൽ ലിവർപൂളിന് 22 വയസ്സുള്ള ഒരു യങ് സെൻറ്റർ ബാക്കാണ്. അപ്പം നല്ലൊരു കാലിബറുള്ള ഒരു സെൻറ്റർ ബാക്കാണ്. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം ആയിട്ട് ഒരു ടീമിന് കളിക്കാൻ സാധിക്കും. ലിവർപൂൾ സബാനിന് വേണ്ടി ഇപ്പോൾ ഒരു 70 മില്യൺ കൊടുത്തു എന്ന് വിചാരിക്കുക. പുള്ളിക്കാരൻ്റെ മനസ്സിൽ ഇപ്പം PSG പോകണം, അല്ല PSG ആണ് എൻ്റെ ഒരു ഡിസൈഡ് ഡെസ്റ്റിനേഷൻ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു പ്ലെയറാണ്. ആസ് എ ലിവർപൂൾ ഫാൻ നമുക്ക് കഴിഞ്ഞ 1-2 സീസണിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, കൈസേഡോ, സുബിമെൻഡി, കൈസേഡോക്ക് വേണ്ടി ലിവർപൂൾ ഓ മൈ ഗോഡ് എന്താ പറയണ്ടത്, ഓരോരോ മണിക്കൂറിലും ഇങ്ങനെ പ്രൈസ് മാറി മറിയായിരുന്നു. 80 മില്യൺ ചെൽസി, 85 മില്യൺ ലിവർപൂൾ, 90, ചെൽസി 92, 95, 100, 105. അവസാനം കൈസേഡോ എന്ത് പറഞ്ഞ്, എനിക്ക് ചെൽസിയിലേക്ക് പോയാൽ മതി, ഐ ലവ് ചെൽസി. ആ ചെൽസിയുടെ പുതിയ ആ ഒരു സിസ്റ്റം, അവരെ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് ചെൽസി മതി, ലിവർപൂൾ വേണ്ട, ചെൽസിയിലേക്ക് പോയി. അതേപോലെ സുബിമെൻഡിനെ ഇങ്ങനെ പിടാതെ പിന്തുടരുകയാണ് ലിവർപൂൾ. ഇങ്ങനെ ഓഫർ കൊടുക്കുന്നു. അവസാനം പുള്ളിക്കാരൻ പറഞ്ഞു, ഇതെൻ്റെ ചൈൽഡ്ഹുഡ് ക്ലബ്ബാണ്, ഐ വാണ്ട് ടു ബി ഹിയർ, ഐ വാണ്ട് ടു ഡൈ ഹിയർ. ഇപ്പം എന്തായി, 1 വർഷമായില്ല, നേരെ ആഴ്സണലിന് വേണ്ടി സൈൻ ചെയ്തു. അപ്പോൾ ഒരു പ്ലെയർക്ക് ഒരു പർട്ടിക്കുലർ ക്ലബിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ എത്ര ചേസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ലിവർപൂൾ അഥവാ 70 മില്യൺ അല്ലെങ്കിൽ 75 മില്യൺ ബോൺമൗത്തിന് കൊടുക്കാൻ തയ്യാറാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ബോൺമൗത്തിന് സ്വാഭാവികമായിട്ട് അവർ ബിസിനസ്സാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ ഏത് ക്ലബ്ബിൽ നിന്നാണോ പൈസ കിട്ടുന്നത് അവർ ആ ഒരു ക്ലബിന് വേണ്ടിയിട്ട് ഓക്കെ പറയും. പക്ഷേ പ്ലെയറെ മനസ്സ് ഓൾറെഡി PSG അപ്പോൾ ലിവർപൂൾ ഇത്ര 75 മില്യൺ കൊടുത്തിട്ട് പ്ലെയർ എടുത്തിട്ട് ഒരു കാര്യമൊന്നുമില്ല. പ്ലെയർ ഒരുപക്ഷെ നോ പറയും. പ്ലെയർ പറയും, എനിക്ക് PSG മതി, PSG ഞാൻ പോകുന്നില്ല. അവർ എത്ര പൈസ പറയും ആ ഒരു ഡീല് ഡണ്ണാക്കാൻ വേണ്ടി പറയും. നമ്മളെ ഫ്രിംഗ്പോം ആയാലും വേർഡ്സ് ആയാലും, ഫ്രിംഗ്പോം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിവർപൂൾ ആദ്യമായിട്ട് വന്ന് വിളിക്കുന്ന സമയത്ത് ഏജൻറ്റോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലീസ് ഗെറ്റ് ഇറ്റ് ഡൺ. അതായത് എനിക്ക് ലിവർപൂൾ വന്ന് എനിക്ക് ലിവർപൂളിലേക്ക് പോകണം, അപ്പം എങ്ങനെയായാലും ഗെറ്റ് ഇറ്റ് ഡൺ. അതേപോലെ വേർഡ്സ് ബയൺ മ്യൂണിക്ക് ഒരുപാട് ശ്രമിച്ചതാണ്, ബയൺ മ്യൂണിക്കിലേക്ക് പോകണ്ട, എനിക്ക് ലിവർപൂളിലേക്ക് പോയാൽ മതി. അങ്ങനെയുള്ള പ്ലെയേഴ്സിനാണ് ഏതൊരു ക്ലബ്ബും വേണ്ടത്. ഞാനിപ്പം ലിവർപൂളിനെ മാത്രം എടുത്തു പറയുന്നത് ഞാനൊരു ലിവർപൂൾ ഫാൻ ആയതുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ ഏതൊരു ക്ലബ്ബായാലും, ചെൽസി ആയാലും സിറ്റി ആയാലും യുണൈറ്റഡ് ആയാലും, ഒരു പർട്ടിക്കുലർ പ്ലെയറിന് ആ ഒരു ക്ലബ്ബിലേക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ ആ ഒരു പ്ലെയറിന് വേണ്ടി അധികം
സമയം ചിലവഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ നമുക്ക് വിചാരിച്ച സെൻട്രൽ ബാക്സിന് കിട്ടിയില്ലെങ്കിൽ ഒരു ഫോൾ ബാക്ക് ഓപ്ഷൻ എന്ന നിലയിലാണ് കോൺസേന ഇപ്പം ഈ ഒരു 1-2 ദിവസത്തിനുള്ളിൽ ലിവർപൂൾ നോക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് വന്നത്. കാരണം കോൺസ ചീപ്പർ ഓപ്ഷനാണ്, 50 മില്യൺ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൂടാതെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നല്ല പരിചയമുള്ള ഒരു പ്ലെയറും കൂടിയാണ്. അതുകൂടാതെ മൂന്നാമതൊരു പേര് പറഞ്ഞു കേൾക്കുന്നത് ക്രെസ്വെൽ എന്നൊരു യങ് സെൻട്രൽ ബാക്കാണ് ഇംഗ്ലണ്ടിൻ്റെ. ലീഡ്സിൽ നിന്ന് ടുളൂസിലേക്ക് കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ 3 മില്യണോ അങ്ങനെ കൊടുത്ത് ടുളൂസ് വാങ്ങിയ ഒരു സെൻട്രൽ ബാക്കാണ്. ഇംഗ്ലണ്ടിന് അണ്ടർ 20, 21 കളിക്കുന്ന ഒരു താരം കൂടിയാണ്. ഇപ്പോൾ ലീഡ്സിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ലിവർപൂൾ നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വയസ്സ് വെച്ച് നോക്കുമ്പോൾ അതൊരു ലോങ് ടേം ഓപ്ഷനാണ്. ഇനി ലിവർപൂളിന് ആ പ്ലെയറിനെ സൈൻ ചെയ്യണമെങ്കിൽ ഓൾറെഡി 3 മില്യൺ സൈൻ ചെയ്താണ് ടുളൂസ്. അത് ഇൻറ്റു 10 ടൈംസ് ഒക്കെ കൊടുക്കേണ്ടി വരും മിക്കവാറും. പക്ഷെ അത് ലിവർപൂൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ പ്ലെയറിനെ ഇത് വേണം എന്നുള്ള രീതിയിൽ നോക്കുന്നില്ല. ഒരു സ്കൗട്ട് ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെ ഓക്കെ പ്രോഗ്രസ് ഇങ്ങനെ നോക്കി വരുന്നതേ ഉള്ളൂ. ആ ഒരു ടോപ്പിക്ക് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. ഇപ്പോൾ ലിവർപൂളിൻ്റെ സെൻട്രൽ ബാക്ക് ഓപ്ഷൻ ഗുവേയി ദ മെയിൻ ഓപ്ഷൻ, അത് മിക്കവാറും വരാൻ സാധ്യതയില്ല ആ ഒരു പൈസയുടെ 50 മില്യൻ്റെ ഒരു കാരണം കൊണ്ട്. രണ്ടാമത്തത് ഒന്നും നടന്നില്ലെങ്കിൽ അവസാന ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഫോൾ ബാക്ക് ഓപ്ഷനാണ് കോൺസ. അപ്പം സബാനിയിൽ മിക്കവാറും വരാൻ സാധ്യതയില്ല. മിക്കവാറും ഗോയിങ് ടു PSG. ഓൾമോസ്റ്റ് പുള്ളിക്കാരൻ്റെ മനസ്സൊക്കെ PSG-യിലാണ് ഓൾറെഡി. ഇപ്പോൾ ലിവർപൂളിലേക്ക് വരാൻ സാധ്യതയില്ല. ഇനിയും കുറേ ദിവസമുണ്ട് ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ വേണ്ടി. അപ്പം ഏതൊക്കെ പ്ലെയേഴ്സിനുമായിട്ട് ഇനി ലിങ്ക് വരും, ഏത് പ്ലെയേഴ്സിനെ ഹാർഡായിട്ട് മൂവ് ചെയ്യും എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാവും. അപ്പം സെൻട്രൽ ബാക്കിൻ്റെ ആ ഈ ഒരു ഓപ്ഷനിൽ ഇത്രയാണ് ഇപ്പോൾ ലിവർപൂളിൻ്റെ മുന്നിലുള്ളതും. ലിവർപൂളിൻ്റെ ആ ഒരു സ്കൗട്ടിങ് പോകുന്നതും ഈ ഒരു രീതിക്കാണ്. വേറെ എന്തെങ്കിലും ന്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏത് പ്ലെയറിനെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഏത് പ്ലെയർ ലിവർപൂളിൻ്റെ സെൻറ്റർ ബാക്ക് ഓപ്ഷനിലേക്ക് വന്നാൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നത്, അത് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് തീർച്ചയായും ചെയ്യുക. താങ്ക്